കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയം ഒരു തിരുവചന ഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് തരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 33-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നു എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. 34-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷ ഭാഗമാണ് നാം ഇവിടെ വായിപ്പാൻ ഇടയായി തീർന്നത്. ഇതിൽ നിന്ന് ശ്രോതാക്കളുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, നാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവഹിതം പ്രവർത്തിക്കേണ്ടതിനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അങ്ങനെ ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ദൈവത്തിനോ ദൈവത്തിന്റെ പേര് പറഞ്ഞോ ദൈവം ആഗ്രഹിക്കാത്തത്, ദൈവം ഇഷ്ടപ്പെടാത്തത് നാം ദൈവം മുമ്പാകെ ചെയ്താൽ അത് ദൈവം സ്വീകരിക്കുന്നില്ല, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയമാണ് ഇവിടെ വായിച്ച കുറുവാക്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങളുമായി ചിന്തിപ്പാൻ ചില മിനിറ്റുകൾ ഞാനിവിടെ വേർതിരിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പലരെയും തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. അതിൽ 12 ശിഷ്യന്മാർ അഥവാ അപ്പോസ്തലന്മാരെന്ന പേർ ലഭിച്ച ഈ 12 ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നോടുകൂടെ ഇരിക്കുവാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ അവൻ 12 നിയമിച്ചുവെന്നാണ്. ആ നിയമിക്കപ്പെട്ട 12 കുറിച്ചുള്ള കർത്താവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നോടുകൂടെ ഇരിക്കുക, മറ്റൊന്ന് തന്നിൽ നിന്ന് കേട്ട സന്ദേശം ഇസ്രായേലിൽ അല്ലെങ്കിൽ എവിടേക്ക് അയക്കപ്പെടുന്നുവോ അവിടെ ആ വിഷയം പ്രസന്റ് ചെയ്യുക. ഇതിനു വേണ്ടിയാണ് കർത്താവ് 12 നിയമിപ്പാനിടയായി തീർന്നത്. എന്നാൽ ആ തെരഞ്ഞെടുത്ത ആരുടെ മുമ്പിലാണോ, അവരാരെയാണോ അനുഗമിക്കുന്നത്, ആ കർത്താവിനോട് കൂടെ ആ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ അവനെ അനുഗമിക്കുന്ന സമയത്ത് അവർ സൂഖ എന്നുള്ള ഒരു ശമരിയ പട്ടണത്തിൽ എത്തുവാനിടയായി തീർന്നു. ആ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഉച്ചയായ സമയമാണ് ഈ ശിഷ്യന്മാരുമായിട്ട് ഈ ശമരിയ പട്ടണത്തിൽ കർത്താവ് എത്തുന്നത്. കർത്താവ് അവിടെ ഒരു കിണർ കാണുകയും ആ കിണറ്റിങ്കൽ ഇരിക്കുന്ന സമയത്ത് കർത്താവിനെ അനുഗമിച്ച അപ്പോസ്തലന്മാർ എന്ന് പേര് ലഭിച്ച തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും നിയുക്തരായിരിക്കുന്ന ഈ ശിഷ്യന്മാർ യേശുവിനെ ആ കിണറ്റിങ്കൽ ഇരുത്തിയിട്ട്, അഥവാ യേശു അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. അതിന്റെ പശ്ചാത്തലമെല്ലാം നമുക്ക് സുപരിചിതമായതുകൊണ്ട് അതിലെ ചില ആത്മീക ചിന്തകളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാനാണ് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഈ ശിഷ്യന്മാർ പോകുന്നത് അവർക്കൊരു ഉദ്ദേശമുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നാം ചോദിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അവർ അപ്പം വാങ്ങുവാൻ വേണ്ടിയാണ് പട്ടണത്തിൽ പോയത്. യേശുവിനെ ആ കിണറ്റിന്റെ അരികിൽ ഇരുത്തിയിട്ട് യേശു അവിടെ ഇരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരപ്പം വാങ്ങുവാൻ വേണ്ടി പോയി. എന്നാൽ ഈ ശിഷ്യന്മാർ പോകുന്ന സമയത്ത് ഒരു സ്ത്രീ, ശമരിയ സ്ത്രീ, കുടവുമായിട്ട് പാത്രവുമായിട്ട് വെള്ളം കോരുവാൻ വേണ്ടി ആ കിണറ്റിങ്കൽ വരികയാണ്.
ആ വരുന്ന സമയത്ത് കർത്താവ് അവളോട് കുടിപ്പാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ്. എന്നാൽ എന്റെ ചിന്താവിഷയത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ശിഷ്യന്മാര് പട്ടണത്തിൽ നിന്ന് അപ്പവുമായിട്ട് വരികയാണ്. അപ്പം കൊണ്ടുവന്ന് കർത്താവിങ്കിലേക്ക് വെച്ചു നീട്ടുന്ന ഭാഗം 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അതിനിടയിൽ എന്നവിടെ പറയുന്നത് ഈ ശമരിയ സ്ത്രീയുമായിട്ടുള്ള യേശുവിന്റെ സംഭാഷണത്തിന്റെ ഇടയിൽ ഈ ശിഷ്യന്മാര് അപ്പവുമായിട്ട് പട്ടണത്തിൽ നിന്ന് വരുവാനിടയായി തീർന്നു. എന്നിട്ട് അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് റബി ഭക്ഷിച്ചാലും എന്നപേക്ഷിച്ചു. അതിന് കർത്താവ് പറയുകയാണ്, അതിനവൻ നിങ്ങളറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതാണ് ഈ ശിഷ്യന്മാരറിയാത്ത അപ്പം? അത് കർത്താവ് ഭക്ഷിച്ചു എന്ന് പറയുകയാണ്. നിങ്ങൾ അറിയാത്തൊരു ആഹാരം ഞാൻ ഭക്ഷിച്ചു. അവർ ചിന്തിച്ചു, വല്ലവരും ഇവനെ അപ്പം കൊണ്ടുവന്ന് കൊടുത്തു കാണും. ഈ ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോകുന്ന ആ വേളയിൽ, ആ ഇടയിൽ ആരൊക്കെയോ കർത്താവിന് കൊണ്ടുവന്ന് അപ്പം കൊടുത്തു എന്നാണ് അവർ ചിന്തിച്ചത്. കർത്താവിന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും കർത്താവ് പറയുന്ന വാക്കുകളുടെ അർത്ഥം പോലും ഗ്രഹിക്കുവാൻ കഴിയാത്ത ശിഷ്യന്മാരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം. ക്രിസ്തുവിന്റെ മനസ്സുള്ളവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു പറയുന്ന കാര്യങ്ങളെ നന്നായി ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ അപ്പം കൊണ്ടുവന്ന് കർത്താവിലേക്ക് വെച്ച് നീട്ടിയിട്ട് റബി ഇന്ന് ഭക്ഷിച്ചാലും എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അറിയാത്ത ഒരാഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആഹാരം? കർത്താവ് തന്നെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. യോഹന്നാൻ അത് എടുത്തു പറയുകയാണ്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവ് പിതാവായ ദൈവത്താൽ ലോകത്തിലേക്ക് അയക്കപ്പെട്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് ക്രൂശിൽ കാൽവരിയിൽ മരിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. ശുശ്രൂഷ അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം നിവർത്തിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ചെയ്തെടുക്കേണ്ട ചില കാര്യങ്ങൾ കർത്താവിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ആ ദൗത്യം മറന്നുകൊണ്ടല്ല കർത്താവ് ഇവിടെ 33 തിരുവയസ്സു വരെയും ജീവിപ്പാൻ ഇടയായി തീർന്നത്. തന്നെ എന്തിനു വേണ്ടിയാണ് ലോകത്തിലേക്ക് അയച്ചതെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാൻ കഴിഞ്ഞു. കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തന്റെ കൂടെ ഇരുന്ന് തന്നിൽ നിന്ന് കേട്ടിട്ട് മറ്റുള്ളവരോട് പറയുവാൻ കർത്താവ് ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ട് വിളിച്ച് വേർതിരിച്ച് അപ്പോസ്തലന്മാരെന്ന് നാമകരണം ചെയ്ത ആ ശിഷ്യന്മാര് യേശുവിനെ ആ കിണറ്റിങ്കൽ ഇരുത്തിയിട്ട് അപ്പം വാങ്ങാൻ പോയി. ആർക്കു വേണ്ടിയാണ് ഇവർ അപ്പം വാങ്ങാൻ പോയത്? ഈ അപ്പം വാങ്ങി കൊടുക്കുന്നത് യേശുവിനാണ്. അങ്ങനെയെങ്കിൽ യേശുവിന് വേണ്ടി അപ്പം വാങ്ങാനാണ് ഇവർ പോയത്. പക്ഷെ കൊണ്ടുവന്ന അപ്പം കർത്താവിന് വേണ്ട. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും കർത്താവിനെ അനുഗമിക്കുന്നവരാണ്. കർത്താവിനെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും കർത്താവ് ആഗ്രഹിക്കുന്നത്, കർത്താവ് നമ്മിൽ ഇഷ്ടമാകുന്നത്, കർത്താവിന് ഇഷ്ടമായത് നമ്മൾ പ്രവർത്തിക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ രാജാവായ ഒന്നാമത്തെ രാജാവായി തീർന്ന ശൗലിനെ കുറിച്ച് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. ശൗലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് തന്റെ ആത്മാവിനെ കൊടുത്തത്. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയത്. എന്നാൽ 1 ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി തന്റെ കൊട്ടാരത്തിൽ നിന്ന്, തന്റെ ദേശത്തു നിന്ന് താൻ 600-ൽ പരം ആളുകളുമായി പുറപ്പെട്ടെങ്കിലും മിഗ്രോനിലെ മാതള നാരകത്തിന്റെ കീഴിൽ ഈ 600 പേരുമായിട്ടിരിക്കുന്ന ഒരു ശൗലിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഇസ്രായേൽ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ അവിടെ 6 കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ 6 കൂട്ടം കാര്യങ്ങളും
ദൈവജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നുവോ ആ വിളി ഇപ്പോൾ ചെയ്യണമോ, ഇപ്പോൾ ഞാൻ യുദ്ധത്തിന് പോകണ്ടേ എന്നൊക്കെ ദൈവത്തോട് ആലോചന ചോദിക്കാനും ദൈവഹിതമാരായുവാൻ വേണ്ടിയാണ് ശൗൽ ഈ 6 കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നതായി കാണുവാൻ കഴിയുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. തന്റെ സ്തോത്രം 600-ൽ പരം ആളുകളുമായിട്ട് ശൗൽ ഈ മാതള താരകത്തിന്റെ കീഴിലിരുന്നു കൊണ്ട് പുരോഹിതനെ വിളിപ്പിക്കുന്നു. ഏഫോദ് ധരിച്ച പുരോഹിതനെ വിളിപ്പിക്കുകയാണ്. എന്തിനാണ് ഏഫോദ് ധരിച്ച പുരോഹിതനെ വിളിപ്പിക്കുന്നത്? താനിപ്പോൾ യുദ്ധത്തിന് പോകണ്ടേ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. പക്ഷേ തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ അരുളപ്പാട് അവന് ഉണ്ടായില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ദൈവം ആലോചനയിൽ വലിയവനാണ്, ദൈവം പ്രവൃത്തിയിൽ ശക്തനാണ്. ദൈവത്തോട് നാം ആലോചന ചോദിച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ ഈ മാതള താരകത്തിന്റെ കീഴിൽ 600 പേരുമായിരിക്കുന്ന ശൗലിനോട് ദൈവം സംസാരിക്കുന്നില്ല? ദൈവം ഒരിക്കൽ അരുളി ചെയ്യുന്നു, നാം 2 പ്രാവശ്യം കേൾക്കുന്നവരായിരിക്കണം. ശൗൽ വിളി മനസ്സിലാക്കിയവനാണ്, അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചവനാണ്. അവന്റെ കൂടെ 600-ൽ പരം ആളുകളെ ദൈവം കൊടുത്തതാണ്. പക്ഷെ ഇപ്പോൾ അവൻ യുദ്ധം ചെയ്യാതെ മാതള താരകത്തിന്റെ കീഴിൽ ഇരിക്കുകയാണ്. രണ്ടാമത് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഒരു തീരുമാനമെടുക്കുകയാണ്. ഒരു ഉപവാസം തന്നെ നാം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. എന്തിനു വേണ്ടി? താൻ ഈ യുദ്ധത്തിൽ ഏർപ്പെടണമോ? അദ്ദേഹം ദൈവത്തോട് ചോദിക്കാൻ വേണ്ടി ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. എന്റെ ശത്രുവിനോട് ഞാൻ പ്രതികാരം ചെയ്യുന്നത് വരെയും ആരും ഒന്നും ഭക്ഷിപ്പാൻ പാടില്ല. മൂന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് താൻ ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അക്കമിട്ടുകൊണ്ട് 6-ൽ പരം കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ചെയ്തിട്ടും ആ 6 കാര്യങ്ങളും തനിക്കൊരു പ്രയോജനമായി തീരുവാൻ ഇടയായി തീർന്നില്ല. എന്നാൽ ശൗലിനോട് കൂടെ തന്നെ തന്റെ മകനായി യോനാഥാൻ വരുന്നതായി കാണുവാൻ കഴിയും. അവന്റെ ബാല്യക്കാരനെയും കൂട്ടിക്കൊണ്ട് ഈ മാതള താരകത്തിന്റെ കീഴിൽ 600 പേരുമായി ഇരിക്കുന്ന ശൗലിനോട് പറയാതെ, വരുവിൻ നമുക്ക് ഫെലിസ്ത്യന്റെ പട്ടാളത്തിന് നേരെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബാല്യക്കാരനുമായിട്ട് യോനാഥാൻ യുദ്ധത്തിൽ ഏർപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. യോനാഥാൻ പോകാൻ നോക്കിയ പല വഴികളിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പക്ഷെ യോനാഥാൻ നിമിത്തം ഇസ്രായേൽ ജനത്തിന് വലിയൊരു വിജയം ദൈവം കൊടുക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിയും. ഉപവാസം കൊണ്ട് യോനാഥാൻ മരിക്കണമെന്ന് പോലും കൽപ്പന പുറപ്പെടുവിച്ചവനാണ് ശൗല്. എന്ന് പറഞ്ഞാൽ ദൈവ ഇഷ്ടം ചെയ്യാൻ വിളിക്കപ്പെട്ടവൻ ദൈവത്തിന്റെ പേര് പറഞ്ഞ് മറ്റു പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു, യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം മുന്നേറാതെ ദൈവത്തിനോ ദൈവജനത്തിനോ വേണ്ടിയോ എന്തെങ്കിലും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം, ജനത്തിന് വിജയം നൽകാം, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ അതിലൊന്നും പ്രസാദിക്കുന്നവനല്ല നാം സേവിക്കുന്ന ദൈവം. ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി തീരാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യാനാണ് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാര് കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ ഇപ്പോൾ കർത്താവിന്റെ പേര് പറഞ്ഞ് അപ്പം വാങ്ങാൻ പട്ടണത്തിൽ പോയി. ഈ സമയം നിങ്ങൾ നോക്കിക്കേ, ഒരു ശമരിയ സ്ത്രീ അവളുടെ ദാഹം മാറ്റാൻ വെള്ളമെടുക്കുവാൻ വേണ്ടി കിണറ്റിങ്കൽ വന്നപ്പോൾ കർത്താവ് അവളുടെ പാരമ്പര്യത്തെയെല്ലാം ദൈവവചനം കൊണ്ട്, ദൈവത്തിന്റെ ആലോചനകൾ കൊണ്ട്, അവളുടെ ജീവിതത്തിന്റെ അപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം ദൈവം വിവേചിച്ചിട്ട് സത്യനമസ്കാരികൾ എങ്ങനെയാണ് പിതാവിനെ ആരാധിക്കേണ്ടതെന്നുള്ള ആ യാഥാർത്ഥ്യങ്ങളൊക്കെ അവളോട് സംസാരിച്ചു. അവൾക്ക് മനസ്സിലായി, ഞാനിപ്പോൾ എന്നോട് സംസാരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, അവൻ ഒരു മശിഹയാണ്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറഞ്ഞു, പ്രവാചകൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ അവൾ മശിഹ എന്ന് ഏറ്റുപറയുകയാണ്. കർത്താവിന്റെ വാക്കുകൾ കേട്ട അവൾ കുടം അവിടെ വെച്ച്, പാത്രം അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിൽ പോകുവാനിടയായി തീർന്നു. അവൾ വന്നത് യേശുവിന്റെ അടുക്കലല്ല, അവൾ വന്നത് കിണറ്റിന്റെ അടുക്കലാണ്. പക്ഷെ കിണറ്റിങ്കൽ അവളുടെ
ആത്മീക ദാഹം മാറ്റുന്ന ഒരുവനുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ എന്ന് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറഞ്ഞ ആ യേശുവിന്റെ അടുക്കൽ അവൾ വന്നു. അവളുടെ ആന്തരിക ദാഹം, അവളുടെ ആത്മീക ദാഹം യേശു മാറ്റിയപ്പോൾ അവൾ പാത്രം കിണറ്റിങ്കൽ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അതിനു മുമ്പ് പട്ടണത്തിൽ പോയി അപ്പം വാങ്ങാൻ. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടി പാപബോധവും പശ്ചാത്താപവും വന്നവൾ ആ ഭൗമിക ദാഹം മാറ്റിവെച്ചുകൊണ്ട് അവൾ ആ യേശു തനിക്ക് വേണ്ടി ചെയ്തത് പട്ടണത്തിൽ അറിയിപ്പാൻ അവളും പോകുവാനിടയായി തീർന്നു. അവൾ ചെന്ന് പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞവനെ നിങ്ങൾ വന്ന് കാണുവിൻ എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു പറ്റം പുരുഷാരം ആ പട്ടണത്തിൽ നിന്ന് യേശുവിന്റെ അടുക്കൽ അവളോട് കൂടെ വരുവാനിടയായി തീർന്നു. പ്രിയ സ്നേഹിതരെ, നാം കർത്താവിന്റെ കൂടെ നടന്നിട്ട് ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ അതോ ദൈവം ആഗ്രഹിക്കാത്തത് ചെയ്യുന്നവരോ? നമുക്കറിയാം, ഈ ശിഷ്യന്മാർ ഞങ്ങളിൽ ആരാണ് വലിയവനെന്ന് ചോദിക്കുന്നവരാണ്. ശമര്യര് അറിവില്ലാതെ യേശു യെരൂശലേമിലേക്ക് പോകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവര് പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. യേശുവിനെ അവിടെ പാർപ്പാൻ അനുവദിക്കത്തില്ല എന്ന് തീരുമാനമെടുത്തപ്പോൾ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ രണ്ടുപേർ പറഞ്ഞു, ആകാശത്തു നിന്ന് ഏലിയാവ് തീയിറക്കിയതുപോലെ അവരെ ദഹിപ്പിക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ ഏതാത്മാവിന് അധീനരാണ്? പറയാൻ പോയാൽ പ്രിയ സ്നേഹിതരെ, യേശുവിന്റെ കൂടെ നടന്ന് അതെ ഞാനും നിങ്ങളും യേശുവിൽ നിന്ന് പലതും മനസ്സിലാക്കുമ്പോൾ ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി ഞാനും നിങ്ങളും മാറുന്നില്ല എങ്കിൽ കർത്താവിന്റെ പേര് പറഞ്ഞ് എന്തു ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല. ആകയാൽ ആ ശമരിയക്കാരത്തിയായ സ്ത്രീയെ നോക്ക്. അവൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു എന്താണോ ആഗ്രഹിച്ചത് അതവൾ പട്ടണത്തിൽ ചെന്ന് പറയുവാനിടയായി തീർന്നു. ശിഷ്യന്മാർ കൊണ്ടുവന്ന അപ്പം വാങ്ങിയില്ല. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ ആഹാരം. ആകയാൽ ഈ നാളുകളിൽ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ്